രാമേശ്വരം ഹൈന്ദവർക്ക് പുണ്യഭൂമിയാണ്. ശ്രീരാമനുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് രാമേശ്വരത്തിന്റെ വിശ്വാസപ്പെരുമ. സ്വന്തം പാപങ്ങൾ തീർക്കാനും പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനും കഴിയുന്ന പുണ്യഭൂമിയായാണ് വിശ്വാസികൾ രാമേശ്വരത്തെ കാണുന്നത്. ശിവഭക്തനായ രാവണനെ വധിച്ച രാമൻ പാപപരിഹാരത്തിനായി രാമേശ്വരത്ത് ശിവപ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. രാവണ സംഹാരത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാ ദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പരമശിവന്റെ പ്രീതി നേടാൻ മഹർഷികൾ ഉപദേശിച്ചു. തുടർന്ന് രാമൻ പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തു നിന്ന് ശിവലിംഗം കൊണ്ടുവരാൻ ഹനുമാനെ അയച്ചു. കൈലാസത്തു നിന്നും ശിവലിംഗവുമായി വരാൻ ഹനുമാൻ വൈകിയപ്പോൾ സീതാദേവി തന്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ശിവലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്തു തന്നെ പൂജാതി ക്രിയകൾ ചെയ്തു. ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞതു കണ്ട് ദുഃഖിതനായി. ഹനുമാനെ സാന്ത്വനിപ്പിക്കുന്നതിനായി ആദ്യ ശിവലിംഗത്തിനു സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആ ശിവലിംഗത്തിന് ആദ്യം പൂജ ചെയ്യാൻ രാമൻ കൽപ്പിച്ചതായാണ് ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യം. രാമേശ്വരം ക്ഷേത്രത്തിനകത്ത് 22 മണിക്കിണറുകൾ ഉണ്ട്. ഈ കിണറുകളിലെ വെള്ളത്തിൽ കുളിച്ചാൽ പാപങ്ങൾ തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാവണ വിജയത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമന്റെ ആവനാഴിയിൽ 22 അസ്ത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നതായും അവയിൽ നിന്ന് ഈ കിണറുകൾ രൂപപ്പെട്ടതുമായാണ് സങ്കല്പം. 25 രൂപ ഫീസ് അടച്ചാൽ ഈ കിണറുകളിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യാം. കിണറുകളിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാൻ ആളുകളുണ്ട്. അതിന് ചുവട്ടിൽ നിന്നാൽ മതി. തിരക്ക് കൂടുതലുണ്ടെങ്കിൽ 250 രൂപയുടെ സ്പെഷ്യൽ ക്യൂവും ഉണ്ട്. ശ്രീരാമൻ കുളിച്ച കടവാണ് അഗ്നിതീർത്ഥമെന്ന് വിശ്വാസമുണ്ട്. അതുപോലെ സീതയെ അഗ്നിപരീക്ഷണം നടത്തിയതിലെ പാപം കഴുകിക്കളയുന്നതിന് അഗ്നിദേവൻ ഇവിടെ കുളിച്ചതായും അതുകൊണ്ടാണ് ഈ കടൽക്കരയ്ക്ക് അഗ്നിതീർത്ഥം എന്നു പേര് വന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. രാമേശ്വരം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് അഗ്നിതീർത്ഥം. ഇവിടെ മുങ്ങിക്കുളിച്ച് രാമേശ്വരം ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരവാതിൽ വഴി അകത്ത് കടന്ന് മണിക്കിണറിലെ വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതാണ് ഉത്തമം. അഗ്നിതീർത്ഥം എന്നത് വിശാലമായൊരു കടൽക്കരയാണ്. ഇവിടെ ബലിയിടുന്നവർക്കായി പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം കർമ്മികളുമുണ്ട്. തിലതർപ്പണത്തിന് 100 രൂപ, ക്ഷേത്ര സങ്കല്പം അഥവാ ശിലാന്യാസ പൂജയ്ക്ക് 200 രൂപ, പിണ്ടപൂജയ്ക്കും ഗോദാനത്തിനും 350 രൂപ വീതം, ആണ്ടുബലിക്ക് 500 രൂപ, അസ്ഥിപൂജയ്ക്ക് 750 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. തിലഹോമത്തിന് 1000 രൂപയും ശിലനാഗപ്രതിഷ്ഠയ്ക്ക് 100 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പൂജാകർമ്മങ്ങളുടെ നിരക്കുകൾ അഗ്നിതീർത്ഥത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അധികം പണം ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഗ്നിതീർത്ഥത്തിലേക്ക് പോകുന്ന വഴിയിൽ കാഞ്ചി കാമകോടി ശങ്കരമഠമുണ്ട്. ശുഭ്രവസ്ത്രധാരികളായ വേദാഭ്യാസം ചെയ്യുന്നവരെ ഇവിടെ കാണാം. ശ്രീ ഉജ്ജയിനി മഹാകാളി ക്ഷേത്രം ഇതിന് സമീപത്താണ്. രാമേശ്വരം ക്ഷേത്രത്തിൽ പുലർച്ചെ 5 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെയുമാണ് ദർശന സമയം. തിരക്കുള്ള സമയങ്ങളിൽ വെയിലും മഴയും ഏൽക്കാതെ വരി നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളും ചരിത്രവും ഐതിഹ്യങ്ങളുമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യുമല്ലോ.